തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ മരണത്തെ തുടർന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി നടത്തിയ പരാമർശത്തിൽ വിശദീകരണം തേടി സിപിഐ. മന്ത്രിയെ ഫോണിൽ വിളിച്ച് വിശദീകരണം തേടി സിപിഐ സംസ്ഥാന സെക്രട്ടറി. നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബിനോയ് വിശ്വം. വിദ്യാർത്ഥിയുടെ മരണത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം തെറ്റായിപ്പോയി എന്നാണ് സിപിഐയുടെ വിലയിരുത്തൽ. അർജുൻ രാജ് ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, അധ്യാപകർക്ക് ഇതിൽ വലിയ പങ്കൊന്നുമില്ല. കുട്ടി ചെരുപ്പെടുക്കാൻ മുകളിലേക്ക് കയറിയതാണ്. ഇങ്ങനെ കുട്ടികൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തിനൊന്നും അധ്യാപകർ ഉത്തരം പറയേണ്ട കാര്യമില്ല എന്ന തരത്തിലായിരുന്നു മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണം. ഏതായാലും സിപിഐ അതിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. മന്ത്രി എപ്പോഴായിരിക്കും തിരുത്തി കാര്യങ്ങൾ പറയുക? ലക്ഷ്മി, ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ തന്നെ വന്നിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ പരാമർശം, ഈ അപകട സമയത്തിന് പിന്നാലെ അവർ നടത്തിയിട്ടുള്ള പരാമർശം കുട്ടിയെ കുറ്റക്കാരനാക്കിക്കൊണ്ടുള്ള അധ്യാപകരുടെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെയൊക്കെ ലഘൂകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കൊല്ലത്തു നിന്നുള്ള മന്ത്രി കൂടിയാണ് ജെ ചിഞ്ചുറാണി. അവരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പരാമർശം ഉണ്ടാവുകയും പിന്നീട് ഒരു വനിതാ സംഗമത്തിൽ, ആ പരിപാടിയിൽ തന്നെ വനിതാ സംഗമത്തിൽ സൂംബ നൃത്തം കളിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ജെ ചിഞ്ചുറാണിയെ നേരിട്ട് ഫോണിൽ വിളിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അവരോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സിപിഐയുടെ ഒരു വിലയിരുത്തൽ തന്നെ ഇക്കാര്യത്തിൽ മന്ത്രി നടത്തിയിട്ടുള്ള പരാമർശം തെറ്റായിപ്പോയി, അത് മോശം തരത്തിലേക്ക് മാറി എന്നുള്ള വിലയിരുത്തൽ സിപിഐക്കുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രിയോട് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശദീകരണം തേടിയിട്ടുള്ളത്. മന്ത്രിയുടെ ഒരു തിരുത്ത് എന്ന നിലയ്ക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇക്കാര്യത്തിൽ നിലപാട് അവർ പിന്നീട് ഉദ്ദേശിച്ചത് അതല്ല എന്ന തരത്തിൽ അവർ നിലപാട് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സിപിഐയുടെ ഭാഗത്ത് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ വിശദീകരണം തേടിയ പശ്ചാത്തലത്തിൽ അവർ കുറെ കൂടി ഒരു ക്ലാരിറ്റി ഇക്കാര്യത്തിൽ വരുത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള പരാമർശം ആ അപകട സമയത്ത് തന്നെ, അപകടത്തിന് പിന്നാലെ മൊത്തത്തിൽ ഒരു വൈകാരികമായ അവസ്ഥ ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ കൂടി നടത്തിയിട്ടുള്ള പ്രതികരണം അത് മോശമായി പോയി, അത് തെറ്റായി എന്നുള്ള വിലയിരുത്തൽ സിപിഐക്കുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബിനോയ് വിശ്വം നേരിട്ട് ഫോണിൽ വിളിച്ച് അവരോട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വൈകാതെ തന്നെ മന്ത്രി അക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇത് സംബന്ധിച്ച് നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മി. അർജുൻ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ തിരുവനന്തപുരത്ത്.